ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കേരള സർവകലാശാലയിൽ അസാധാരണ നീക്കങ്ങൾ. രജിസ്ട്രാർ KS അനിൽകുമാറിനെ തടയാൻ വൈസ് ചാൻസലറുടെ നീക്കം. രജിസ്ട്രാറുടെ മുറിയിലേക്ക് ആരെയും പ്രവേശിപ്പിക്കരുതെന്ന് നിർദ്ദേശം. പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കാൻ സർവകലാശാല സെക്യൂരിറ്റി ഓഫീസറോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മേൽ. ഗോപാൽ ശീലാസനൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, അത്യന്തം നാടകീയമായ സംഭവങ്ങൾക്കാണ് സർവകലാശാല സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻ കുന്നുമ്മേൽ വിദേശത്ത് നിർത്തി സെക്യൂരിറ്റി ഓഫീസറോട് എന്തോ പറഞ്ഞു എന്ന് കേൾക്കുന്നു. KS അനിൽകുമാർ ഇന്നലെ നമ്മളോട് പറഞ്ഞത് നിയമിച്ചത് സിൻഡിക്കേറ്റ് ആണെങ്കിൽ, ഞാൻ KS അനിൽകുമാർ ആണെങ്കിൽ നിയമസഭയെ വന്നിരിക്കുമെന്നാണ്. VC മോഹൻ കുന്നുമ്മേൽ എന്നാൽ ഇപ്പോൾ പറയുന്നത് എന്നാൽ അതൊന്ന് കാണട്ടെ എന്നാണ്. എന്താണ് ചുരുക്കത്തിൽ സംഘർഷഭരിതമാകുമോ ഇന്ന് സർവകലാശാല? ഡോക്ടർ അൻവർ, ഈ കൊച്ചു സർവകലാശാലയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചുരുക്കി ഒറ്റ വരിയിൽ ചോദിക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഓരോ നിമിഷവും വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ അവരാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വാർത്തകൾ പ്രകാരം വൈസ് ചാൻസലർ രജിസ്ട്രാറെ തടയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ രജിസ്ട്രാറുടെ റൂമിൽ, അതായത് സസ്പെൻഷനിലായ എന്ന് VC വാദിക്കുന്ന ഡോക്ടർ KS അനിൽകുമാറിന്റെ ബോർഡ് വെച്ച മുറിയിൽ അനധികൃതമായി ആരെയും പ്രവേശിപ്പിക്കരുത് എന്നും അവിടെ പ്രവേശിക്കാൻ എത്തുന്നത് ആരാണെങ്കിലും അവരെ തടയണമെന്നും കൃത്യമായ സംരക്ഷണം ആ മുറിക്ക് ഒരുക്കണമെന്നുമാണ് സർവകലാശാല വിഭാഗത്തിന്റെ സെക്യൂരിറ്റി വഹിക്കുന്ന, അതായത് സർവകലാശാലയുടെ സുരക്ഷാ വിഭാഗത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഓഫീസർക്ക് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കർശന ജാഗ്രത സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെല്ലാവരും പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. കൃത്യമായി തന്നെ ഇത്തരത്തിൽ ആ സർവകലാശാലയുടെ രജിസ്ട്രാറുടെ മുറിയിലേക്ക് അനധികൃതമായിട്ട് ആരും കടന്നു വരാൻ കഴിയില്ല. അതിൽ ഡോക്ടർ KS അനിൽകുമാറിനെ പ്രവേശിപ്പിക്കരുത് എന്ന തരത്തിലേക്ക് പേരെടുത്ത് പരാമർശമൊന്നുമില്ല. പക്ഷേ അനധികൃതമായി പ്രവേശിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തെ തന്നെയാണ്, അദ്ദേഹത്തെ മാത്രമാണ്, അദ്ദേഹത്തെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് ഒരു സംശയവും വേണ്ടതില്ല. കാരണം സസ്പെൻഷനിലാണ് താങ്കൾ എന്നും സർവകലാശാല വളപ്പിൽ ഒരു കാരണവശാലും താങ്കൾ പ്രവേശിക്കരുത് എന്നുമായിരുന്നു ഇന്നലെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ഈ ഡോക്ടർ KS അനിൽകുമാറിന് നൽകിയ നിർദ്ദേശം. ഒരു ദിവസത്തേക്ക് അവധി അപേക്ഷ ചോദിച്ചപ്പോൾ അത് അവധി സസ്പെൻഷനിലുള്ള ആൾക്ക് ഞാൻ എന്തിന് അവധി തരണം എന്ന പരിഹാസമായിരുന്നു മറുപടിയായി വൈസ് ചാൻസലർ നൽകിയത്. എന്നാൽ താൻ ഇന്ന് സർവകലാശാലയിലേക്ക് എത്തുമെന്നും ഒരൊറ്റ ദിവസത്തേക്ക് മാത്രമാണ് അവധി എടുത്തത് എന്നുമായിരുന്നു രജിസ്ട്രാർ അതിന് പിന്നാലെ പ്രതികരിച്ചത്. ആ ഘട്ടത്തിൽ, അതായത് അങ്ങനെ അനിൽകുമാർ വരികയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ, അത് ഞാനങ്ങ് തടയുമല്ലോ എന്ന ഒരു താക്കീതാണ് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സെക്യൂരിറ്റി ഓഫീസർക്ക് നൽകിയിരിക്കുന്ന ആ നിർദ്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ VC നാളെ ഇത് കഴിഞ്ഞാൽ പോകുമ്പോഴത്തെ സമയത്ത് മുടിമുട്ടി അങ്ങ് പോകും. ഈ രജിസ്ട്രാർ അവിടെയുണ്ട്, പുള്ളി സ്ഥലം രജിസ്ട്രാറാണ്. ഈ രജിസ്ട്രാർ ആണല്ലോ ഈ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെയൊക്കെ നിയമിക്കുന്നതും അതായത് അവരുടെ ഉത്തരവിൽ ഒപ്പുവെക്കുന്നതും അവർക്കെതിരെ നടപടിയെടുക്കുന്നതുമെല്ലാം ഈ രജിസ്ട്രാറും കൂടി ചേർന്നിട്ടാണ്. ഇതിപ്പോൾ സെക്യൂരിറ്റി ഓഫീസർ ഈ രജിസ്ട്രാറെ തടയുമോ? അങ്ങനെ തടഞ്ഞാൽ സിൻഡിക്കേറ്റ് അംഗങ്ങളെത്തി ബലപ്രയോഗത്തിലൂടെ രജിസ്ട്രാറിന്റെ മുറി തുറന്ന് KS അനിൽകുമാറിനെ പ്രവേശിക്കുമോ? അങ്ങനെയുള്ള അസാധാരണ നീക്കങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ അവിടെ? ഡോക്ടർ അൻവർ, ഇപ്പോൾ മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയാണ് ഇനി എന്താണ് സർവകലാശാലയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. കാരണം നമുക്ക് സാധാരണഗതിയിൽ ഇതിന്റെ സാധ്യതകൾ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കാം പ്രവചിക്കാൻ കഴിയുക എന്നൊക്കെ നമുക്കൊരു അനാലിസിസ് ഒക്കെ നടക്കാം. പക്ഷേ ഇതിൽ ഇനിയിപ്പോൾ സെക്യൂരിറ്റി ഓഫീസർ എന്ന നിലപാടെടുക്കും. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ താൽക്കാലിക VC ആണ് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. അദ്ദേഹം ഏറിപ്പോയാൽ അദ്ദേഹത്തിന്റെ അടുത്ത കാലാവധി കഴിയുന്നത് വരെ അദ്ദേഹം അവിടെ ഉണ്ടാകും. പക്ഷേ അടുത്ത 5 വർഷത്തേക്കാണ് ഡോക്ടർ KS അനിൽകുമാർ രജിസ്ട്രാർ പദവി സിൻഡിക്കേറ്റ് യോഗം കൂടി ചേർന്ന് തീരുമാനം എടുത്ത് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനാണ് കൂടുതൽ കാലാവധി, അദ്ദേഹത്തിനാണ് ഈ സർവീസ് എക്സ്പീരിയൻസ്. കേരള സർവകലാശാലയിൽ കഴിഞ്ഞ 5 വർഷവും അദ്ദേഹം തന്നെയായിരുന്നു രജിസ്ട്രാർ. മോഹൻ കുന്നുമ്മൽ വരുന്നതിന് മുൻപും ഇതിനു മുമ്പത്തെ VC ഉണ്ടായിരുന്ന സമയത്തും എല്ലാം അദ്ദേഹം തന്നെയായിരുന്നു കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ, അദ്ദേഹത്തിന്റെ ഇടപെടലുകളെല്ലാം തന്നെ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതേ സെക്യൂരിറ്റി ഓഫീസറുടെയും PROയുടെയും റിപ്പോർട്ട് പ്രകാരമാണ് ദില്ലിയിൽ നിന്ന് വരുന്നൊരു വാർത്തയാണ്.